نبينا قلت هيلتنا أدركنا يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. صدق الله العلي العظيم. وقال نبينا مصطفى محمد صلى الله عليه وسلم ليس شيء بين السماء والأرض إلا يعلم أني رسول الله غير بني الإنس والجن. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. والوحش والأشجار كالسجدة له وعليه كسلمن بعد تشهدي. ഏറെ സ്നേഹാദരവുള്ള വേദിയിലുള്ള പണ്ഡിത മഹത്തുക്കളായ ഉസ്താദുമാരെ, സദസ്സിലുള്ള സമാദരണീയരായ പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങൾ, പ്രിയ മുഹിബ്ബീങ്ങളും മുഅ്മിനീങ്ങളുമായ സഹോദരങ്ങളും സഹോദരിമാർ, സർവാദി രാജനായ സർവേശ്വരനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന ജാമിയ ഇർഫാനിയയുടെ പ്രചരണ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരുമിച്ചുകൂടി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും നമ്മുടെ സംഗമവും പാരത്രിക ലോകത്ത് ഉപകാരപ്പെടുകയും നമ്മുടെ മശായിഖിൻ്റെ ഇഷ്ടത്തിലായി മാറാനും സൗഭാഗ്യമുള്ള ഒരുമിച്ച് കൂടലായി അല്ലാഹു തആല ഇതിനെ മാറ്റി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യാൻ. പരിശുദ്ധമായ സ്ഥാപനം അതിൻ്റെ 33-ാം വാർഷികം ആഘോഷിക്കപ്പെടുമ്പോൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ വ്യക്തിപരമായും കുടുംബപരമായും സുഹൃത്തു ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയും മഹാനായ ശൈഖുനാൻ്റെ ആശീർവാദത്തോടെ രൂപീകരിക്കപ്പെട്ട ഇർഫാനിയ ദഅ്വ സംഘം മുഖേനയും ജമിയത്തുൽ ഇർഫാനിയ മുഖേനയും പല ഭാഗങ്ങളിലും അതിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണോ പ്രചരണമുള്ളത് അവിടത്തിൽ ഒരു കണ്ണിയാവാൻ എന്നെക്കൊണ്ട് സാധിക്കണമെന്ന് മത്സരിച്ച് മുന്നേറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകമായി നിങ്ങളെ ആ ഭാഗത്തേക്ക് ക്ഷണിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. സമ്മേളന ദിവസങ്ങളാകാൻ കാത്തു നിൽക്കും. ജനുവരി 30-ന് സമ്മേളനം നടക്കുമ്പോൾ അതിന് മുമ്പേ അവിടെ വന്ന് തമ്പടിച്ച് ആലങ്കാരികമായ അവസ്ഥകളൊക്കെ കണ്ട് ആസ്വദിച്ച്
രാത്രിയുടെ ആമങ്ങളിൽ, ഇരുളിൻ്റെ ഘട്ടങ്ങളിൽ വർണ്ണശബളമായ സമയങ്ങൾ മുഴുവനും കണ്ട് വലിയ അനുഭൂതി ലഭിക്കുവാൻ വേണ്ടി മത്സരിച്ച് വരുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ സമാപന സമ്മേളനമാണ്. അഭിമന്യനായ ഗുരുവര്യർ മഹാനായ ശൈഖുനാവറുകൾ ഏറെ സമയമെടുത്ത് പ്രഭാഷണം നടത്തുന്നതും സനദദാനം നൽകുന്നതും സ്നേഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന്, മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അതിൽ പങ്കുകൊള്ളണം എന്ന് മത്സരിച്ച് കൊണ്ടുവരുന്നവരും എല്ലാ ക്യാമ്പയിനും പങ്കുകൊള്ളണം, എല്ലാ ക്യാമ്പയിൻ്റെയുമുള്ള പ്രധാനപ്പെട്ട അംഗം അവിടുത്തെ ആത്മീയ ഗുരുവുമാണ്, അവിടുത്തെ സാഹിബുരുമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നേരത്തെ വന്ന് സമ്മേളിക്കുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആദ്യവും അവസാനവുമായി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ ഉണർത്തുന്നത്, നിങ്ങളെ സ്വീകരിക്കാൻ ചപ്പാരപ്പടവും നാടും സ്ഥാപന മേധാവികളും അവിടുത്തെ യുവാക്കളും സഹോദരിമാരും ഒക്കെ ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾ നൽകി, നിങ്ങൾക്ക് വേണ്ടി വളണ്ടിയറായി മാറി, നമ്മുടെ നാട്ടിൽ വന്നവർക്ക് എന്താണോ സൗകര്യം വേണ്ടത് അത് നൽകാൻ പ്രതിജ്ഞാബദ്ധരായി ഉള്ള പരിധിയിൽ നിന്ന്, പരിമിതിയിൽ നിന്ന് അവരാൽ കഴിയുന്ന രീതിയിൽ സൗകര്യമൊരുക്കാൻ അവർ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾ അവിടെ വരികയേ വേണ്ടൂ എന്നുള്ളതാണ് മീറ്റിങ്ങുകൾ മുഴുവനും നമ്മളെ വിളിച്ചോതുന്നത്. ഓരോ മീറ്റിംഗ് വരുമ്പോഴും ചർച്ച, നമ്മുടെ നാട്ടിലേക്ക് വരുന്നവർക്ക് നൽകേണ്ട സൗകര്യങ്ങൾ കഴിഞ്ഞ വർഷത്തത് പോരാ, പുതിയത് കണ്ടെത്തണം. നമ്മളെ കൊണ്ട് മടുത്തു എന്ന് പറയുന്നില്ല. ആദരവായ പ്രവാചകർ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശാനുസരണം മക്കയിൽ നിന്ന് അവിടത്തോടൊപ്പം ചേർന്ന മുഹാജിറുകളാകുന്ന സ്വഹാബത്തിനെയും കൂട്ടിക്കൊണ്ട് മദീനത്തേക്ക് പോയ സന്ദർഭത്തിൽ മദീന നിവാസികളാകുന്ന അൻസാറുകൾ മുഹാജിറുകളെ സ്വീകരിക്കുവാൻ വേണ്ടി കാണിച്ച മാന്യതയും മര്യാദയും ബഹുമാനവും ഉണ്ടോ, അത് അങ്ങനെ തന്നെ ഒപ്പി സമുദായത്തിന് കൈമാറുവാൻ വേണ്ടി നാടും മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരും മാനേജ്മെൻ്റ് ഭാരവാഹികളും ഒരുങ്ങി നിൽക്കുമ്പോൾ ആ ഒരുക്കത്തിനു പിന്നിൽ ഒരു ലയനമാണ് ഉള്ളത് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. മഹാനായ ശൈഖുനാവറുകൾ ചപ്പാരപ്പടവ് എന്നുള്ള പ്രാന്തപ്രദേശത്തിൽ 4 ഭാഗവും മലകളാൽ മുങ്ങി ആ ഒരു ഇറങ്ങി വരുമ്പോൾ സുന്ദരമായ നാടും, ആ നാടിൽ നിന്ന് ഒരൽപ്പം മുകളിലായി ജാമിഅ ഇർഫാനിയും അതിൻ്റെ ശുദ്ധമായ വർണ്ണശോഭയാകുന്ന പെയിൻറ്റിങ് അടങ്ങിയ മൗലാ സൗദവുമൊക്കെ നിലനിൽക്കുമ്പോൾ ആ ഒരു നാട്ടിലേക്ക് അഭിമന്യനായ ഗുരുവര്യർ കടന്നു വന്നൊരു കാലഘട്ടവും നമ്മൾ ഓർക്കേണ്ടതാണ്. അവിടത്തൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ നേരെ സ്ഥാപനത്തിലേക്ക് ഇറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഉദ്ഘാടന പ്രാസംഗികനാകുന്ന അഭിമന്യനായ ഉസ്താദ് ഷരീഫ് ഉസ്താദും അഭിമന്യരായ മിസ്ബാഹി ഉസ്താദും ഒക്കെ ആ വിഷയത്തിൽ ഒന്ന് ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. ഗുരുവര്യരെ കുറിച്ചോ അവിടുത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകർക്ക് എങ്ങനെയായിരുന്നോ അതുപോലെ അഭിമന്യനായ ഗുരുവര്യരെ ഏറ്റെടുത്തുകൊണ്ട് ഒരു നിഴൽ പോലെ നീങ്ങുന്ന സാഹിബോറയോ പരിചയപ്പെടുത്തുന്നതിനപ്പുറം അവർ ഇന്ന് പ്രോജ്വലിച്ചു നിൽക്കുന്ന അവരുടെ പ്രവർത്തനം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ജാമിഅ ഇർഫാനിയെ പരിചയപ്പെടുത്തലാണ് നമ്മുടെ മുമ്പിൽ അവരുടെ വിജയം, അവരുടെ വലുപ്പം മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് എന്ന് ഞാൻ വിലയിരുത്തുകയാണ്. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൗം ഉൾക്കൊണ്ടത് പ്രവാചകരുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകർ പറഞ്ഞുവിട്ട നാടുകളിൽ പോയി
അവിടുത്തെ ഉമ്മത്ത് സഹാബത്ത് പോയി അവർക്ക് വേണ്ട പ്രബോധനം നടത്തി. വാക്കുകളെ കൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട്, സ്വഭാവങ്ങളെ കൊണ്ട്, ഇടപെടൽ കൊണ്ട്, കച്ചവട മറ്റു വിക്രയങ്ങൾ കൊണ്ട് സത്യസന്ധമായ ഒരു രൂപം കാണിച്ചു കൊടുത്തപ്പോ ഈ പ്രകൃതത്തിലേക്ക്, ഈ സ്വഭാവത്തിലേക്ക് ഈ കൗമെത്താൻ കാരണക്കാർ ആര് എന്ന് പ്രബോധനം കേട്ടവർ, പ്രബോധിതർ അന്വേഷിക്കുകയാണ് ചെയ്തത്. ആ അന്വേഷണത്തിന്റെ പിറകെയാണ് പല നാടുകളിലുമുള്ള വലിയ വലിയ ബിഷപ്പ്മാരായ രാജാക്കന്മാരടക്കം കടന്നു വന്നത് മദീനത്തേക്ക്. ആ കടന്നുവരവിലാണ് സത്യത്തിൽ അവർക്ക് പ്രവാചകൻ നേരത്തെ വായിച്ച, അവർ അനുഭവിച്ച, ശിഷ്യന്മാരിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത ചിത്രങ്ങൾ, ആ ചിത്രങ്ങളാണ് പ്രവാചകരിലൂടെ അവർക്ക് കാണാൻ സാധിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി കഅബോരത്ത് ചേർന്ന് നിന്നുകൊണ്ട് പ്രവാചകർ ഇല്ലായ്മ ചെയ്താലേ പൂർവ്വ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന ആരാധ്യ വസ്തുക്കളെ ആരാധിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് വിശ്വസിച്ചവർ, ആ വിശ്വസിച്ചവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ടുവരാൻ ഒരുമിച്ച് കൂടി നിന്നപ്പോഴും പ്രവാചകനെ ഇല്ലായ്മ ചെയ്യുവാൻ മത്സരിച്ചുകൊണ്ട് ചർച്ചകൾ നടന്നപ്പോ ആ ചർച്ചകൾക്ക് നാന്ദിയായി അവരെത്തിയ തീരുമാനം, ആ മുഹമ്മദിന്റെ ഉടലിൽ നിന്ന് തലയെടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വരണമെന്നാണ്. ആ കടന്നുവരവിന് ആരാരും തയ്യാറാവാതെ വന്നപ്പോ സാക്ഷാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉഖാദ ചന്ത എന്ന് പറയപ്പെടുന്ന കമ്പോളങ്ങളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ചന്തയിൽ അവിടെ പോയി ആര് എന്ത് കച്ചവടം ചെയ്താലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ടെന്ന് അവർ കേട്ടാൽ, ഖത്താബിന്റെ മകൻ ഉമറാണ് വരുന്നത് കേട്ടാൽ ഓരോ കച്ചവടക്കാരനും കിടുകിട ഉറക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ഹബീബിന്റെ തല ഞാൻ എടുത്തു കൊണ്ടുവരാം എന്ന് അവരോട് പ്രതിജ്ഞ ഏറ്റെടുത്തത്. അപ്പോഴും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ തൻ്റെ സഹപാഠികളിൽ നിന്ന്, തൻ്റെ നാട്ടുകാരിൽ നിന്ന്, പ്രദേശവാസികളിൽ നിന്ന്, അയൽവക്കക്കാരിൽ നിന്ന്, തൻ്റെ സഹോദരിയിൽ നിന്ന്, സഹോദരി ഭർത്താവിൽ നിന്ന് കേട്ട ധാരാളം അനുഭവങ്ങളുണ്ട്. അതിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഹിദായത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നത്. അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി ഉമറൈൻ, രണ്ടാൽ ഒരു ഉമറിനെ കൊണ്ട് പരിശുദ്ധമായ ദീൻ ശക്തിപ്പെടുത്തണ എന്ന പ്രവാചകരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന കൂടി സമ്മേളിച്ചപ്പോ ഊരിപ്പിടിച്ച വാളുമായി ഓടിക്കടന്നു വരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ വേണ്ടുകയെന്നോണം, അള്ളാഹുവിന്റെ ഖദറെന്നോണം പെട്ടെന്ന് ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഊരിപ്പിടിച്ച വാളുമായി പോകുന്ന, ദേഷ്യത്തോടെ കടന്നു പോകുന്ന ഉമർ പോയാൽ എന്തിനാണോ വാൾ ഊരിയത് ആ കൃത്യം നിർവഹിച്ചുകൊണ്ടേ ഉമർ തിരിച്ചു വരുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആ സഹചാരിയാകുന്ന കൂട്ടുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉമർ നിങ്ങൾ എവിടേക്ക് പോകുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളെ മുഴുവൻ തള്ളി പറഞ്ഞു ഏകനായ റബ്ബുണ്ടെന്ന് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദി സിദ്ധാന്തത്തിലേക്ക് നമ്മളെ മുഴുവനും കൊണ്ടുപോകാൻ കടന്നു വന്ന മുഹമ്മദിന്റെ തലയെടുക്കലല്ലാതെ വേറെ വഴി നമ്മുടെ ഈ പ്രചരണത്തിനില്ലെന്ന് മനസ്സിലാക്കി അവന്റെ തലയെടുക്കാനാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാക്ക് കേട്ടപ്പോ, പ്രവാചകന്റെ മുഹമ്മദിന്റെ തലയെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കടന്നു പോകണം നിങ്ങളെ സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും നന്നാക്കാനാണ്. ആ സഹോദരി ഭർത്താവിനെ നന്നാക്കാനും സഹോദരിയെ നന്നാക്കാനും ഊരിപ്പിടിച്ച വാളുമായി കടന്നു വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹോദരി ഓതുന്ന പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ ചോദിച്ചപ്പോ നിങ്ങൾക്ക് തരാനായിട്ടില്ല, ചെങ്കൂട്ടത്തോടെ മറുപടി പറയാൻ, നിങ്ങൾക്ക് തരാനായിട്ടില്ല, അംഗശുദ്ധി വരുത്തുക, എന്നിട്ട് വന്നാൽ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞപ്പോ
ഊരിപ്പിടിച്ച വാൾ മാറ്റിവെച്ച് തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയും ഭർത്താവിനെയും വഴിപ്പെട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ ഇറങ്ങിച്ചെന്ന് ശുദ്ധി വരുത്തിക്കൊണ്ട് അവരുടെ മുന്നിലേക്ക് വന്നപ്പോ അവരുടെ കയ്യിൽ നിന്ന് വിശുദ്ധമായ ഖുർആൻ വാങ്ങിയിട്ട് ഓതുന്ന ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ. അല്ലാഹുവിൻ്റെ വചനമാണെന്ന് പരിചയപ്പെടുത്തിയ വിശുദ്ധമായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ വാക്യം എടുത്തുകൊണ്ട് മഹാനവറുകൾ ഓതുകയാണ്. ത്വാഹ, പ്രവാചകന്റെ നാമമാണ് അല്ലാഹു തആല ആ സൂറത്തിന്റെ തുടക്കത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അതിനുശേഷം പറയുന്നത് മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ. നബിയെ, അങ്ങയുടെ മേൽ വിശുദ്ധമായ ഗ്രന്ഥം ഇറക്കി തന്നിട്ടുണ്ട്. എന്തിനാണത് ഇറക്കിയത്? നിങ്ങളെ പരാജയപ്പെടുത്താനല്ല, അങ്ങ് തോൽക്കാനല്ല, അങ്ങയെ പിൻപറ്റുന്നവർ തോൽക്കാനല്ല. ഈ വാചകം അങ്ങ് ഓതിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സൊന്നുകൂടി തണുക്കുകയാണ്. പിന്നീട് ഇറങ്ങിയ ഇറക്കത്തിൽ പോകുന്നവരൊക്കെ ചോദിക്കുന്നു, ഉമർ എവിടേക്കാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞാണെന്ന് പ്രവാചകരെ കാണാൻ. അതുവരെ മുഹമ്മദ് എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ പോകുന്നത് ഒന്ന് നബിയെ കാണാൻ, റസൂലുള്ളാഹിയെ കാണാൻ. ആ വരുന്ന വരവ് കണ്ടപ്പോൾ പല സ്വഹാബികളും മന്ദാളിച്ചുകൊണ്ട് പ്രവാചകരോട് പറഞ്ഞു, നബിയേ, ഉമർ അതാ കടന്നു വരുന്നു, ഉമറിന്റെ വരവറിയാം. ഉമർ ഒരു കാര്യത്തിന് വന്നാൽ ആ കാര്യം നിർവഹിച്ചിട്ടേ പോകാറുള്ളൂ. അങ്ങനെ പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പോക്ക് കണ്ടപ്പോ സ്വഹാബത്ത് മുഴുവൻ വറങ്ങിച്ച് നിൽക്കുകയാണ്. പലരും പ്രതികാരം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ആ സമയത്താണ് പ്രവാചകർ പറഞ്ഞ്, സാരമില്ല, ഉമർ കടന്നു വരട്ടെ എന്ന്. ആ ഉമറിന്റെ വരവ്, ആ ഉമർ പ്രവാചകരെ കണ്ടെത്തിയ വഴി പ്രവാചകരെ പറഞ്ഞു വിട്ട സ്വഹാബത്തിന്റെ പ്രബോധനവും പ്രബോധിത മേഖലയുമാണ്. അതിലൂടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകരെ മനസ്സിലാക്കുന്നത്. ആ പ്രവാചകർ ഉൾക്കൊണ്ടു. അതുവരെ പ്രവാചകന്റെ തലയെടുക്കാൻ കടന്നു വന്ന ഉമറാണ് പ്രവാചകന് ഒരു മണിക്കൂറോളം ചില സമയങ്ങളോളം നോക്കി നിന്നപ്പോ ആ പ്രകാശമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ജസദല്ല, കാണുന്ന രൂപമല്ല, അതിനപ്പുറം പ്രഭയുണ്ട്, പ്രകാശമുണ്ട്, നൂറുണ്ട്. ആ നൂറങ്ങ് കൈമാറുകയാണ്. ഹബീബായ പ്രവാചകർ ഈ നൂറിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജലാലിയത്ത് കൊണ്ട് മുഴുവൻ ആത്മാവിന്റെ മുകളിലും ഒരിക്കൽ പ്രത്യക്ഷപ്പെടുകയാണ്. എല്ലാ ആത്മാവിന്റെ മുകളിലും അല്ലാഹുവിന്റെ പ്രകാശമാണ് നമ്മുടെ മുന്നിലുള്ളത്. പ്രകാശം നമ്മൾ എവിടെയെങ്കിലും ചവിട്ടിയാൽ അവിടെ ദീൻ മുളക്കണമെന്നില്ല, നമ്മൾ എവിടെയെങ്കിലും പോയാൽ അവിടെ ദീൻ വരണമെന്നൊന്നുമില്ല. എന്നാൽ മഹാനായ അഭിമന്യനായ ഗുരുവര്യർ എവിടെയാണോ കാലുകുത്തുന്നത് അവിടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ നൂറിന്റെ വളയാട്ടം ഉണ്ടാവുകയാണ്. ഓരോ നാൾ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് പ്രവാചകപ്പെടുത്ത പ്രബോധനവുമായി അല്ലാഹു തആല ഏൽപ്പിച്ചവൻ മക്കയുടെ സ്വഭാവം എന്താണോ, മക്കയുടെ ഭൂമിശാസ്ത്രം എന്താണോ, മക്കയുടെ സാഹചര്യം എന്താണോ, ആ സാഹചര്യമാണ് അഭിമന്യനായ ഗുരുവര്യർ മഹാനായ ശൈഖുനാ അവറുകൾ പോയ ഇടങ്ങളിൽ മുഴുവനും ഉണ്ടായിരുന്നത്. എല്ലാം അങ്ങനെയാണ്. ചപ്പാരപ്പടവിൽ മഹാനായ ശൈഖുനാ അവറുകൾ കടന്നു വരുമ്പോൾ 40ഓളം മുതഅല്ലിമീങ്ങളുമായി കടന്നു വരുമ്പോൾ ചപ്പാരപ്പടവിലുള്ള ജുമാഅത്ത് പള്ളിയുടെ മുകളിൽ മഹാനായ ശൈഖുനാ അവറുകൾ ഒരു കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട തട്ടി കൊണ്ടുണ്ടാക്കപ്പെട്ട റൂമിൽ അവിടെ കിടന്നുറങ്ങുമ്പോൾ 40ഓളം മുതഅല്ലിമീങ്ങൾ അവിടുത്തെ ചാരത്തോട് ചേർന്നുകൊണ്ട് പള്ളിയുടെ മേൽഭാഗത്ത് കടന്നുറങ്ങുമ്പോൾ വലിയ നാട്ടുകാരോ പറയുന്നുണ്ട്, മഹാനായ ശൈഖുനാ അവറുകൾ വരുന്നതിന് മുമ്പ് പള്ളിയുടെ മുകളിൽ വാളുകളും പരിചകളും തമ്മിൽ മുട്ടുന്ന സൗണ്ടുകൾ കേൾക്കാം. വാളുകളും പരിചകളും തമ്മിൽ മുട്ടുന്ന സൗണ്ടുകൾ കേൾക്കാം. മഹാനായ ഗുരുവര്യർ അവിടെ കാല് കുത്തിയത് മുതൽ ആ സൗണ്ട് കേട്ടിട്ട് പോലുമില്ല. എവിടെയാ പോയത്? പിശാചിന് ഇടമില്ല. ഇറങ്ങിയത് നൂറാണ്. ആ നൂറ് മനസ്സിലാക്കി അവർ കടന്നു വന്നു. നൂറ് വേണ്ടെന്ന് വെച്ചവർ നശിച്ചു പോയി. നൂറിനെ മനസ്സിലാക്കാൻ മുന്നോട്ട് വരാത്തവർ ഹതഭാഗ്യരായി ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്.
പല ഭാഗങ്ങളിലുമുണ്ടത്. മനസ്സിലാക്കി ഒരു ലക്ഷ്യവുമില്ലാതെ കടന്നു പോകണം. മഹാനായ പ്രവാചകൻ മുന്നിലേക്ക് സ്വഹാബത്ത് എങ്ങനെയാണോ കടന്നുപോയത്, ആ കടന്നുപോക്കാണ് വേണ്ടത്. ഉമ്മയില്ലവിടെ, ഉപ്പയില്ലവിടെ, കുടുംബമില്ലവിടെ, നാടില്ലവിടെ. എനിക്ക് വേണ്ടത് നൂറാണ്. ആ നൂറിലൂടെ പോകേണ്ടത് അല്ലാഹുവിലേക്കാണ്. ആ നൂറ് ഏറ്റെടുക്കാൻ പോയവർ വിജയിച്ചിട്ടുണ്ട്. ആ നൂറ് പകുത്തുണ്ടാക്കാനാണ് ജാമിയ ഇർഫാനിയ മഹാനായ ശൈഖുന അവர்கள் ഉണ്ടാക്കിയിട്ടുള്ളത്. നേതൃത്വം അത് പറഞ്ഞ പോലെ 4 വർഷത്തോളം ജുമഅത്ത് പള്ളിയിൽ നിന്ന് പിന്നീട് ഇർഫാനിയ അറബി കോളേജായി രൂപാന്തരപ്പെടുത്തി വർഷങ്ങളോളം പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്ക് പറഞ്ഞു വിട്ട് രക്ഷിതാക്കളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട്, രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രയാസം മാനിച്ചുകൊണ്ട് ജാമിയ ഇർഫാനിയയിൽ തന്നെ മുത്തവ്വൽ സനദ് കൊടുക്കണമെന്ന ആഗ്രഹം നിറവേറ്റിക്കൊടുത്ത് പരിശുദ്ധമായ ദീനിന്റെ അടിത്തറ ചപ്പാരപ്പടയിൽ പാകുകയാണ് മഹാനായ ശൈഖുന അവர்கள் ചെയ്തിട്ടുള്ളത്. ഞാൻ ഓർക്കാൻ, ജാമിയ ഇർഫാനിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ സാഹചര്യം ആരോഗ്യം വളരെ പ്രയാസമാണ്. ആ പ്രയാസം അനുഭവിക്കുന്ന കുടുംബം പലപ്പോഴും ആ കുട്ടിയെയും കൂട്ടിക്കൊണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട ജേട്ടൻ കടന്നു വരും. ജേട്ടൻ കടന്നു വന്ന് അവനെ കോളേജിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവൻ എൻ്റെ റൂമിൽ വന്ന് പറയുന്ന ഒരു കഥയുണ്ട്. എന്തേ നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മടുപ്പില്ലെന്ന് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഇവിടെ വന്നാൽ പോകുന്നത് വരെ പോകാനിട്ട് മനസ്സൊന്നുമില്ല. ഇവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു സമാധാനമാണ്, നിൽക്കുമ്പോൾ ഒരു സമാധാനമാണ്. കാരണം അള്ളാഹുവിന്റെ നൂറാണ് നടക്കുന്നത്. അള്ളാഹു നൂറാണ്. അള്ളാഹുവിന്റെ നൂറ് കൈകാര്യം ചെയ്യുന്ന മഹത്തുക്കൾ അവരുടെ ദേഹത്തുള്ളത് നൂറാണ്. ആ നൂറ് പരക്കുന്ന ഇടങ്ങളിൽ സമാധാനമുണ്ട്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനം, നീയാണ് ശാന്തി. നിന്നിലേക്ക് വന്നവർക്ക് വമിൻകസ്സലാം, നിന്നിൽ നിന്ന് മാത്രമേ അത് ലഭ്യമാവുന്നുള്ളൂ. വഇലൈക യർജിഉസ്സലാം, നിന്നിലേക്കാണ് ശാന്തിയുടെ എല്ലാ മടക്കവുമുള്ളത് എന്ന് റബ്ബിലേക്ക് പറയുന്നത് അല്ലാഹുവിനെ നൂറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ആ നൂറ് മനസ്സിലാക്കിയവർ പോലും നൂറ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അന്ത്യഘട്ടത്തിൽ അത് ബോധ്യപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ ശൈഖുനാന്റെ മുന്നിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. ജാമിയ ഇർഫാന്റെ സംഭവം പറയുന്നതിനോട് ചേർന്ന് ഞാൻ പറയുകയാണ്. മഹാനായ മൗലാന്റെ അടുക്കൽ ഒരു സുമുഖനായ, ഇസ്തിരി പോലും ചുളിയാത്ത തൂവള്ള വസ്ത്രധാരിയായ ഒരു മുതലാളി കടന്നു വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണത്. മുതലാളി കടന്നു വരുന്നു. മഹാനായ മൗലാന്റെ മുമ്പിൽ അന്നൊരു ആലിമുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, ഒരു ആലിമുണ്ട്. ഒരു ആലിമുമായി മഹാനായ മൗല സംസാരിക്കുന്നു. അയാൾക്ക് വേണ്ട അമല് കൊടുക്കുന്നു. അമല് കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു, ഈ ഒരു അമൽ നീ ഒരു വട്ടം ഒന്നൊന്ന് അവിടെ മാറി ഇരുന്നു കൊണ്ട് ചൊല്ലണം. രണ്ടാമത് ഈ മുതലാളിയാണ് കടന്നു പോകുന്നത്. സമയം ഏറെയൊന്നായിട്ടില്ല, രാവിലെ പ്രഭാത സമയമാണ്. 7:45 സമയമാണ്. 7:45 സമയത്ത് പ്രമുഖനായ വ്യക്തി പോയിക്കൊണ്ട് മലാനായ മൗലയെ കാണുമ്പോ മൗലാന്റെ മുമ്പിലേക്ക് കൈ നീട്ടിയപ്പോ മൗല കൈ കൊടുത്തിട്ടില്ല. അയാളോട് കുറെ സമയം നോക്കിയിട്ട് അയാളോട് പറയാണ്, നീ ആ കുടുംബത്തോട് പൊരുത്തപ്പെടിച്ചിട്ട് എല്ലാം തുറഞ്ഞു പറഞ്ഞ് എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. എല്ലാം ഏറ്റു പറയണം. ഒന്നും അയാൾ അറിയില്ല, ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ല. അയാൾ പറയാണ്, മൗല പറയുന്നു നീ ചെയ്തിട്ടുണ്ട്. അയാളൊന്നിട്ടും അത് സമ്മതിക്കുന്നില്ല. അവസാനം മൗല പറയുന്നു, ഇന്നാലെന്ന കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരാളെ സമ്പത്തിന് വേണ്ടി നീ കൊല ചെയ്തിട്ടുണ്ട്. സമ്പത്തിന് വേണ്ടി നീ ഒരാളെ കൊല ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല. മറ്റൊരാളുടെ ദേഷ്യത്തിൽ അതിന് കാരണമുണ്ട്, വല്ല കാരണമുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, മൗല എന്നോട് പറഞ്ഞ വിഷയം മൗല തുറന്നു പറഞ്ഞതാണ്. ഞാൻ എൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാളുടെ പ്രശ്നം തീർക്കാൻ അയാളെ മുമ്പിൽ വെച്ചാൽ പ്രശ്നമൊട്ട് തീരൂല്ല. അയാൾ ഇല്ലാതായാൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അയാളെ കൊല ചെയ്യാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തിരുന്നു. അത് പൊരുത്തപ്പെടിക്കാനാ മൗല എന്നോട് പറഞ്ഞിട്ടുള്ളത്.
ഇങ്ങനെ കാണുന്ന പ്രകാശമുള്ളത്. പ്രകാശത്തിനെ ഹൃദയത്തിലേക്ക് കയറാൻ കഴിയുള്ളൂ. പ്രകാശങ്ങൾക്ക് ഹൃദയത്തെ ശുദ്ധമാക്കാൻ കഴിയുള്ളൂ. ആ പ്രകാശമാണ് അഭിമന്യനായ മൗലാതങ്ങൾ. ചപ്പാരപ്പടവിലുള്ളപ്പോൾ ഹറമിൽ പോവൻ ഞാൻ ഓർക്കുകയാണ്. ആദ്യമായി മഹാനായ മൗല ഉംറക്ക് പറഞ്ഞു വെച്ചൊരു കാലഘട്ടം. ഉംറ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഒമാൻ എയറിലാണ് നമ്മുടെ സഞ്ചാരം. ഒമാൻ എയർപോർട്ടിലേക്ക് എത്തി. ഒമാൻ എയറിൽ തന്നെ അതിൽ നിന്ന് വീണ്ടും കയറുകയാണ്. പ്ലെയിൻ പൊങ്ങി, ഉയരത്തിൽ പൊങ്ങിയിട്ട് ആ പ്ലെയിൻ എയർപോർട്ട് വിട്ട് എവിടേക്കും പോകുന്നില്ല. അവിടുന്ന് ചുറ്റിക്കറങ്ങൺ. സംഭവം അറിയില്ല. ഫ്ലൈറ്റിനുള്ളിലാണെങ്കിൽ അതിശക്തമായ താപം, അതിശക്തമായ ചൂട്. ആ ചൂട് താങ്ങാൻ കഴിയാതെ നമ്മളെല്ലാവരും ഭയവിഹ്വലരാണ്. പേടിച്ചരണ്ട് നിൽക്കുമ്പോൾ ഞാനും എൻ്റെ കൂടെയുണ്ടായിരുന്ന അമീർ ഉസ്താദും തമ്മിൽ ഡിസ്കസ് ചെയ്യുകയും മഹാനായ മൗലാന്റെ പേരിൽ യാസീനോദരല്ലാതെ വേറെ വഴിയില്ല. ഒരല്പം കൂടി പ്ലെയിന് മേലോട്ട് പൊങ്ങിയാൽ താപം താങ്ങാൻ കഴിയാതെ പ്ലേറ്റ് മുഴുവനും കത്തി ചാമ്പലാകുമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനോ താഴേക്കിറങ്ങാനുള്ള സിഗ്നലോ കിട്ടാതെ പ്രയാസപ്പെടുന്നു പൈലറ്റ്. ആ പ്രയാസപ്പെടുന്ന പൈലറ്റിന് പെട്ടെന്ന് നിർദ്ദേശം വരികയും അദ്ദേഹം താഴെ ഇറക്കുകയും ചെയ്യുകയാണ്. ഒന്നും അറിയില്ല, എന്താ സംഭവിച്ചത് ഒന്നും നമ്മൾ അറിയില്ല. മഹാനായ മൗലാന്റെ മുന്നിലേക്ക് നമ്മളെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് മൗലാന്റെ മുന്നിൽ പോയപ്പോ നേർക്ക് നേരം നോക്കിയിട്ട് ചിരിച്ചിട്ടു പറയാണ്, എവിടെയും മൗല ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? എവിടെയും മൗല കൂടെയുണ്ടെന്ന് ബോധ്യപ്പെട്ടോ? അവിടെയും മൗലയാണ് ഒന്നും സംഭവിക്കാതെ പ്ലെയിനിനെ താങ്ങി നിർത്തിയത് എന്ന വെറും വാക്കല്ല, അനുഭവത്തിന്റെ വെളിച്ചം പറയുകയാണ്. കേൾക്കുമ്പോ പറയോ ത്വരീക്കത്തിന്റെ ടീം എന്തൊക്കെയോ വിളിച്ചു പറയാണ്. അനുഭവം പറയുമ്പോഴെങ്ങനെയാണോ വെറുതെയാവുക? ഏറെയൊന്നും പോകേണ്ടതില്ല. ഇങ്ങനെ അത്ഭുതങ്ങളെ കൊണ്ട് ലോകം കൈയാളിയ മഹാനായ മൗല തൻ്റെ ജീവിതം കൊണ്ട് തന്നെ ലോകത്തെ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഉറപ്പിക്കലിൻ്റെ ഭാഗമാണ് ചെറിയ ഗ്രാമത്തിൽ ചെറിയൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം വലുതായി. മൗലാന്റെ പേരിൽ അവിടെ സൗദമുണ്ടാക്കി. മഖാമിൻ്റെ അടുക്കൽ ആരാരും വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന ചെറിയൊരു സ്ഥലം വാങ്ങിയിട്ട് അവിടെയും വലിയ ബിൽഡിംഗ് എടുക്കുകയാണ്. ആകെ 4 മുറി കോട്ടേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഇടമായിരുന്നു അത്. 4 മുറി മാത്രമുള്ള കോട്ടേഴ്സ്. ആ കോട്ടേഴ്സിന്റെ പരിസരത്തൂടെ നമ്മളൊക്കെ മുതഅല്ലിമായ കാലഘട്ടത്തിൽ വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി പോകാറുണ്ട്. അവിടെ കുളിക്കാൻ വേണ്ടി നമ്മൾ പോകാറുണ്ട്. അന്ന് നമ്മൾ കാണുന്ന കോട്ടേഴ്സാണ്. ആ കോട്ടേഴ്സ് അടങ്ങുന്ന സ്ഥലം മഹാനായ മൗല കച്ചവടമാക്കുകയാണ്. ആ കച്ചവടമാക്കിയ സ്ഥലത്ത് കുറ്റിയിട്ട് കൊണ്ട് ബൃഹത്തായ ബിൽഡിംഗ് പൊക്കുകയാണ്. ആ ബിൽഡിങ്ങിന്റെ വ്യാസം കണ്ടപ്പോ ഈ സ്ഥലത്താണോ ഇത്രയും വലിയ ബിൽഡിംഗ് എന്ന് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹാന്മാർ അവരെ കൈയാണ് അള്ളാഹു താല ഭൂമി ഏൽപ്പിച്ചിട്ടുള്ളത്. അവർക്ക് ആവശ്യാനുസരണം വിശാലമാക്കാം. ഖുദ്രിയ നഗർ നിങ്ങൾ നോക്കൂ. ഇന്ന് പോയി ഖുദ്രിയ നഗർ നിങ്ങൾ നോക്ക്. ഖുദ്രിയ നഗറിൽ നമ്മൾക്ക് എണ്ണിയാൽ കൂടിയാൽ നമുക്ക് കിട്ടും ഒരു 2000 2500 കസാര ഇടാനുള്ള വ്യാപ്തി മാത്രമേ അവിടെ കാണുള്ളൂ. ആ സ്ഥലത്ത് സമാപന സമ്മേളനമാകുമ്പോ കസാര ഇട്ടാൽ മതിയാകാത്ത തരത്തിൽ വിശാലമാവുകയാണ്. എന്തൊരു അത്ഭുതമാണ് നടക്കുന്നത്. ഈ അത്ഭുതമാണ് പലരും വന്ന് നോക്കിക്കാണുന്നത്. മാത്രമല്ല മഹാനായ മൗല പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ സ്ഥാപനത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി വന്നു ചേർന്നാൽ, എൻ്റെ സ്ഥാപനത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി വന്നു ചേർന്നാൽ, ആ കുട്ടി അങ്ങനെ പഠനം പൂർത്തിയാക്കുകയും ചെയ്താൽ ആ കുട്ടിയെ മാത്രമല്ല ആ കുട്ടിയുടെ മാതാവിനെ, ആ കുട്ടിയുടെ പിതാവിനെ, ആ കുട്ടിയുമായി ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബം ഏതൊക്കെയാണോ അവരെല്ലാം എൻ്റെ വരുതിയിൽ ഞാൻ സംരക്ഷിക്കുമെന്ന്, എല്ലാവരും ഞാൻ സംരക്ഷിച്ചു കൊണ്ടുപോകുമെന്ന്. അവിടെ പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് കിട്ടുന്ന നേട്ടമാണത്. വേറെ ആർക്കും ആ ഓഫർ കൊടുക്കാൻ കഴിയൂല. സ്വന്തം കുട്ടിക്ക് പ്രയാസം അനുഭവിച്ചാൽ ആ പ്രയാസത്തിന് പരിഹാരം കൊടുക്കാൻ പ്രയാസപ്പെടുന്ന മുദരിസുമാർ സ്വന്തം കുട്ടികളെ അദബ് പഠിപ്പിച്ച്, മര്യാദ പഠിപ്പിച്ച്, ഉലമാക്കളോട്, സാദാത്യങ്ങളോട്, വലിയവരോട്, ചെറിയവരോട്, മാതാപിതാക്കളോട്
ഏത് ഘട്ടത്തിലായാലും പെരുമാറേണ്ട പെരുമാറ്റ രീതി എങ്ങനെയെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അപ്രകാരം ചെയ്യാൻ സാധിക്കാത്ത മുദരിസുമാർ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഉപദേശത്തിൻ്റെ ആവശ്യമില്ലാതെ, നോട്ടത്തിൻ്റെ ആവശ്യമില്ലാതെ അവിടെ എവിടെയോ ഇരുന്നു കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നിയന്ത്രിക്കുന്ന ലോകം. അവിടെ വരുന്നവർക്ക് നിയന്ത്രണം, പഠിക്കുന്ന കുട്ടികൾക്ക് നിയന്ത്രണം, അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ കുടുംബത്തിന് നിയന്ത്രണം. അറിയാമല്ലോ നമുക്ക് മഹാനായ മൗലാന്റെ തുടക്ക കാലഘട്ടം ശരീഫ് ഉസ്താദ് ആ വിഷയം പറയുമെന്ന് കരുതിയിരുന്നു. മാനന്തേരിയിൽ, ഊർപ്പള്ളിയിൽ എല്ലാ ഇടത്തിലും ജോലി ചെയ്യുമ്പോൾ മഹാനായ മൗലാന്റെ മുന്നിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ ആ കടന്നു വരുന്ന മനുഷ്യന്റെ സ്വഭാവം മുത്തഅല്ലിമീങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറെ സമയമൊന്നും വേണ്ടി വരാറില്ല. കടന്നു വരുന്നത് ഹിന്ദുവാവാം, മുസ്ലിമാവാം, മറ്റു ഇതര മതക്കാരാവാം. എത്രത്തോളം എന്ന് വെച്ചാൽ മാനന്തേരിയിൽ ഒരു വീട്ടിലുള്ള ഒരു മറ്റൊരു കുടുംബിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ വീട്ടിലെ കുടുംബിനി മഹാനായ മൗല വന്നാൽ മൗലാക്ക് വേണ്ടിയുള്ള പാല് കൊണ്ടു കൊടുക്കും. മൗല പോയാൽ ആ പാല് പള്ളിയിലേക്ക് എത്തൂല. എന്താ കാരണം എന്നറിയുമോ? മൗല വന്ന അടയാളം പെണ്ണുങ്ങൾക്ക് കിട്ടുകയാണ്. ആ പെണ്ണുങ്ങളുടെ പശു സാധാരണ കൊടുക്കുന്ന പാലിൽ നിന്ന് മൗലാക്ക് കൊടുക്കേണ്ട പാലിൻ്റെ അളവ് അതിൻ്റെ അകടിൽ നിന്ന് കൂടുതൽ കിട്ടുമായിരുന്നു. നമുക്കത് തിരിഞ്ഞിട്ടില്ല. കൂടുതൽ കൊടുക്കേണ്ട പാൽ അകടിൽ നിന്ന് കിട്ടും. പെണ്ണുങ്ങൾക്കറിയും ഇന്ന് മൗല വന്നിട്ടുണ്ട്, ദൈവം വന്നോ, തങ്ങൾ വന്നോ, ഉസ്താദ് വന്നോ, പടച്ചോൻ വന്നോ എന്ന അവരവരെ വിശ്വാസപ്രകാരം അവർ ചോദിക്കാറുണ്ട്. അവർക്കറിയില്ല ഇതാരാണെന്ന്. എല്ലാം പറയാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ. അങ്ങനെ ആ പാല് കൊടുക്കാൻ മൗല അവിടത്തേക്ക് വന്നു എന്ന് ആർക്കും മനസ്സിലായി. സ്ത്രീക്ക് മനസ്സിലാക്കാൻ അകടിൻ്റെ ആവശ്യം വന്നു. ആ അകടിൻ്റെ ആവശ്യം പോലും പശുവിനുണ്ടായില്ല. പശുവിനറിയാം മൗല കടന്നു വന്നിട്ടുണ്ട് എന്ന ആ അറിവാണ് നൂറും ഹൽക്കും തമ്മിലുള്ള ബന്ധം. അള്ളാഹുവിന്റെ മഖ്ലൂക്കും ഈ അള്ളാഹുവിന്റെ നൂറും തമ്മിലുള്ള ബന്ധം അതാണ്. നൂർ എവിടെ പോകുന്നു അവിടെ മനുഷ്യേതര ജിന്നേതര വസ്തുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്നെ പ്രവാചകനാണെന്ന് മനസ്സിലാക്കി ആദ്യമായി എൻ്റെ മേൽ സലാം പറഞ്ഞത് ഒരു കല്ലാണ്. പറയുന്നു അത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട് പണിയാൻ ഉപയോഗിച്ച കല്ലാകുന്നു എന്ന്. ഖദീജ ബീബിയുടെ വീട് പണിയാൻ ഉപയോഗപ്പെട്ട കല്ലാണത്. ആ നിർജീവമായ ഒരു വസ്തുവാണ് പ്രവാചകരെ കാണുമ്പോൾ ആദ്യമായി സലാം പറയുന്നത്. വൽ വഖ്ശു വൽ അസ്ജാറു കസ്സജദത്തിൽ ലഹു وعليك سلمنا بعد تشهدي. മൃഗങ്ങളും വൃക്ഷങ്ങളും കല്ലുകളും എന്നുവേണ്ട എല്ലാ ചരാചര വസ്തുക്കളും പ്രവാചകനാദ്യമായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്നവർ പറഞ്ഞിട്ട് പറയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മനുഷ്യേതര വസ്തുക്കൾ മുഴുവൻ സാക്ഷാൽ നബിത്തങ്ങളെ നേരിട്ട് കണ്ടവർ നബിത്തങ്ങൾ ഉൾക്കൊണ്ടില്ല. നേർക്ക് കണ്ടവർ ഉൾക്കൊണ്ടില്ല. അബൂലഹബ് ആദ്യമേ പ്രവാചകരെ സ്നേഹിച്ച ആളാണ്. അവന്റെ ആശയത്തിനെതിരെ പ്രതികരിച്ചപ്പോഴാണ് മുഹമ്മദ്, ഇത് പറയാനടാ നീ നമ്മളെ വിളിച്ചു കൂട്ടിയത് എന്ന് ചോദിച്ചത്. പറയേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ നൂറുള്ള ശരീരങ്ങൾ പറയുമ്പോൾ ഇതാണോ പറയേണ്ടത്, ഇതാണോ ഖൗമിനോട് പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യകർത്താവിന്റെ മൗഢ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറയേണ്ടവർ പറയേണ്ട സമയത്ത് തുറന്ന് പറയാൻ ഇതിനാണോ വിളിച്ചു കൂട്ടിയെന്ന് ചോദിച്ചു. കയ്യങ്ങ് ചൂണ്ടൻ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആലക്ക് വിഷമുണ്ടാകാൻ അല്ലാഹു തആല പറയുന്നു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ കരങ്ങൾ നശിച്ചു പോട്ടെ, അത് നശിക്കാൻ. ഇങ്ങനെ പ്രവാചകരോട് ചേർന്ന് നിന്നവർ, പ്രവാചകരെയല്ല കണ്ടത്, അബ്ദുല്ലായുടെയും ആമിനയുടെയും മകനാകുന്ന മുഹമ്മദിനെയാണ് അവർ കണ്ടത്. നമ്മളെ കാണും പോലെ കണ്ടു. എന്നാൽ പ്രവാചകരെ കണ്ടപ്പോ, അഷ്റഫുൽ ഖൽഖിനെ കണ്ടപ്പോ അഷ്റഫുൽ ഖൽഖിനെ ഉൾക്കൊണ്ടവർ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. മഹാനായ ശഅദ് റളിയല്ലാഹു അൻഹു
മാതാവിനെ ഒഴിവാക്കിയിട്ട് കടന്നു വന്നു. പ്രവാചകന്റെ ദീൻ ഉൾക്കൊണ്ടു എന്ന വിഷയം കേട്ടു. മാതാവ് പട്ടിണിയിലാണ്. മാതാവിൻ്റെ മുമ്പിലേക്ക് പ്രിയപ്പെട്ട മകൻ കടന്നു പോകുമ്പോൾ ആ മകൻ കൊടുക്കുന്ന വെള്ളം ആ മാതാവ് കഴിക്കുന്നില്ല. എന്തേ ഉമ്മ പറ്റിയത്? ഒന്നുമില്ല, നീ ഇപ്പോൾ ഉൾക്കൊണ്ട പ്രസ്ഥാനമുണ്ടല്ലോ, ആശയമുണ്ടല്ലോ, ആശയം നീ ഒഴിവാക്കിയാലല്ലാതെ ഉമ്മ ഇനി ഒരിറ്റു വെള്ളം പോലും കുടിക്കൂല എന്ന് പ്രിയപ്പെട്ട മകനോട് പറഞ്ഞപ്പോൾ മകൻ പറയുന്ന മറുപടിയാണ് ഒരു 100 മനസ്സിലാക്കേണ്ട പ്രാധാന്യമെന്ന് പറയുന്നത്. അവിടെ ജസദല്ല, 100 ചേർന്നപ്പോഴുണ്ടാകുന്ന മറുപടിയാണ് ഉമ്മ. എന്നാൽ സഅദ് ഒരു മറുപടി പറയാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ഉമ്മാൻ്റെ ശരീരം 1000 പ്രാവശ്യം നശിച്ചുകൊണ്ട് തിരിച്ചു വന്നാലും, 1000 പ്രാവശ്യം ഇതേ പുലകാരം ആത്മാവ് തിരിച്ചു വന്നാലും, ആത്മാവ് വേർപെട്ടു പോയാലും ഈ സഅദി പ്രസ്ഥാനത്തിന് പിന്നോട്ട് വരാൻ തയ്യാറല്ല. അത് പ്രവാചകനെ 100 കണ്ടപ്പോഴുണ്ടാകുന്നൊരു വിശ്വാസമാണ്. നമുക്ക് ചോര തിളക്കുമല്ലോ. മഹാനായ മൗലയെ കുറിച്ച് ആരെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചോരങ്ങ് തിളക്കും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾക്ക് നമ്മുടെ മനസ്സിനേക്കാൾ, നമ്മളെ ബോഡിയേക്കാൾ നമുക്കിഷ്ടം മഹാനായ മൗലയാണ്, മഹാനായ ശൈഖുനാ അവറുകളെയാണ്. ആ സ്നേഹം വന്നപ്പോ സ്നേഹം പിടിച്ചു മാറ്റാൻ ആർക്കും സാധിക്കാത്ത വിധം രൂഢമൂലമാവുകയാണ്. ആ ഒരു ഇടപെടലിൽ നിന്നാണ് മഹാനായ മൗല സ്ഥാപനം കൊണ്ടുവന്നത്. ആ സ്ഥാപനം വളർന്നു വളർന്നു വലുതാണ്. എത്രയോ ജൂനിയർ സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞു, ഇനിയും ധാരാളം വരാൻ വേണ്ടി പോവാൻ. അവിടെ വന്ന മക്കൾ മഹാനായ മൗലാന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മൗല ഒരു നോട്ടവും ഒരു പറച്ചിലുണ്ട്. ഞാനൊക്കെ ദർശനൊക്കെ കടന്നു വന്നപ്പോ 2 താല്പര്യവുമായി കടന്നു വന്ന ആളാണ്. മഹാനായ മൗലാന്റെ മുന്നിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ മൗലായോട് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ കുട്ടി, എൻ്റെ അനുജൻ, മൂത്ത ചേട്ടനെ കൊണ്ട് എൻ്റെ പിതാവ് സാധിക്കണമെന്ന് ആഗ്രഹിച്ചൊരു മതപണ്ഡിതനാവുക എന്നുള്ളത് നമുക്കാർക്കും സാധിക്കാത്തത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് എൻ്റെ അനുജനെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ പറഞ്ഞൊരു വാക്കാണത്. അന്ന് മൗല തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഇവൻ ആലിമാക്കാനാണോ ഏൽപ്പിക്കുന്നത്? ആണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇടയിൽ നിന്റെ അനുജനെ തിരിച്ചു കൊണ്ടുപോകണമെന്ന ആവശ്യവുമായി ആരും വരാൻ പാടില്ല. ആരും വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ അനുജൻ ഒരു ആലിമായി നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞ മൗല. അന്നൊന്നും തിരിഞ്ഞിട്ടൊന്നുമില്ല. അതൊരു തിങ്കളാഴ്ചയാ പറയുന്നത്. നാട്ടിലേക്ക് പോയി ഉമ്മാനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ മുമ്പേ സാധുലിയ ത്വരീക്കത്തിന് അമലുള്ള ആളാണ്. ഉമ്മാനോട് ഈ വിഷയം പറയുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായി. അത് ഭയങ്കരമായ സന്തോഷമായി. ആ ഉസ്താദിന്റെ കീഴിലാണ് എൻ്റെ മോൻ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു വിടുകയാണ്. ആ പഠനം പൂർത്തിയാക്കിയിട്ട് പല പുരോഗമന ചിന്തകളുമായി എൻ്റെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ മൗല ഞാൻ മഹല്ലുകളിൽ നിന്ന് സാന്ദർഭികമായി ഉണ്ടാക്കപ്പെടുന്ന ഖുതുബ പോലും എഴുതി രേഖപ്പെടുത്തി, ഒരാഴ്ചകളിൽ നടന്ന സംഭവങ്ങൾ കോർത്തിണക്കി ഖുതുബയാക്കി രേഖപ്പെടുത്തി, ആ ഖുതുബ ഓതുന്ന കാലഘട്ടത്തിൽ എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് പരിസരത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. മൗല വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ പാരമ്പര്യം അതല്ല, നമ്മുടെ പാരമ്പര്യം നബാത്തിയാണ്, നബാത്തിയ ഖുതുബയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് എന്നെ ഒതുക്കി 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 കൊണ്ടുവന്ന് ജാമിയ ഇർഫാനിയുടെ മഹാനായ മൗലാന്റെ ഒരു സേവകനായി, ഒരു ഹാദ്യമായി അവിടെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ ജേട്ടനോട് പറഞ്ഞ വാക്ക് ഞാൻ ഇന്നും ഓർക്കുകയാണ്. അങ്ങനെ ഒരു ശിഷ്യന്റെ മുഖത്ത് നോക്കി തൻ്റെ മുമ്പിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഒരു കുട്ടിയെ നോക്കിയിട്ട് ഓൻ്റെ ഭാവി പ്രവചിക്കാൻ കഴിയുന്ന എത്ര മുദരിസമാർ ഇന്ന് ലോകത്തുണ്ട്. അങ്ങനെ പ്രവചിക്കാൻ കഴിയുന്ന ഗുരുവര്യന്റെ മുന്നിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട കുട്ടിയെ കൊണ്ടാക്കുമ്പോ ആ കുട്ടിയെ ചൂണ്ടിയിട്ട് നിന്റെ കുടുംബം, നിന്റെ നാട്, നിന്റെ മാതാവ്, നിന്റെ പിതാവ്, അവരെ ഞാൻ കാത്തോളാം, ആഖിറത്തിൽ ഞാൻ അവർക്ക് കാവലുണ്ടെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ വല്ല പ്രയാസം നമുക്കില്ല. കാരണം വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. ആമിനാന്റെ പൊന്നുമോനെ കുറിച്ച്, അബ്ദുല്ലാഹിയുടെ പൊന്നുമോനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. അല്ലാഹു
അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം വരാതെ പ്രവാചകർ ഒന്നും പറയാറില്ല, ഒന്നും പറയില്ല. പറയാൻ നിർദ്ദേശം കിട്ടണം. ഇത് തന്നെയാണ് കൗസല്യം പറഞ്ഞത്, ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ ആ മാനിൽ ആദന്നോവാ. ഔസല്ലാദം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ മൗല പറയാണ്, നമ്മളൊക്കെ ഷീട്ടുമായിട്ടാ പ്രഭാഷണത്തിന് പോകാറുള്ളത്, എവിടെയെങ്കിലും റഫറൻസ് കയ്യിൽ കരുതിയിട്ടാ പോകാറുള്ളത്. മഹാനായ മൗല പ്രഭാഷണത്തിന് പോകുമ്പോൾ ഷീട്ട് പോലും ഇല്ലാതെയാ പോകുന്നത്. കാരണം അവിടുത്തെ മൗല കണ്യാല മൗല പറഞ്ഞു, പ്രഭാഷണത്തിന് പോകുമ്പോൾ ഷീട്ട് എടുക്കേണ്ടതില്ല, അവിടെ അല്ലാഹു തആല ഇൽഹാം തരും. ആ ഇൽഹാം തരുന്നതങ്ങ് പറഞ്ഞാൽ മതി എന്ന ആ പ്രഭാഷണമാണ് ലോകം കേൾക്കുന്നത്. ആ പ്രകാശനം കേൾക്കാനാണ് ലോക മുഅ്മിനീങ്ങൾ ചാടിയെടുക്കുന്നത്. ആ പ്രഭാഷണവും ആ പ്രാർത്ഥനയും കേൾക്കാനും ആസ്വദിക്കാനുമാണ് ലോകർ വന്നണയുന്നത്. വരാൻ കഴിയാത്തവർ സങ്കടം പറയുന്നു, വരാൻ കഴിയാത്തവർ സങ്കടം പറയുന്നു, വന്നവർ ആനന്ദം കൊള്ളുന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടും പോകാൻ മനസ്സ് വരുന്നില്ല. മൗല അവിടെ നിന്ന് എണീറ്റാലും മൗല റൂമിലേക്ക് പോയാലും നഗവിട്ട് പോകാൻ അവിടെ താല്പര്യമില്ല. എന്തേ കാരണം? അള്ളാഹുവിൻ്റെ നൂറ് നിറഞ്ഞു കിടക്കുന്നൊരു ഇടമാണത്. അങ്ങനെ ഒരു പ്രസിദ്ധമായ സലാമത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നഗരിയായി നമ്മുടെ ഖദിയ നഗർ മാറുമ്പോൾ അതിനോട് ചേർന്ന് കിടന്ന ജാമിയ അർഫാനി അതിന് 33-ാം വാർഷിക 22-ാം സനദ്ദാന മഹാസമ്മേളനം ആഘോഷിക്കപ്പെടുമ്പോൾ 50ഓളം വിദ്യാർത്ഥികൾക്ക് മുതവ്വലും മുഖ്തസറും അതേപ്രകാരം മഖ്ദൂമി പിന്നെ ഡിഗ്രിയും എല്ലാം കൊടുക്കപ്പെടുമ്പോൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹിസ്ബിൻ്റെയും ട്രെയിനിങ്ങിൻ്റെയും പാസ്സായ സർട്ടിഫിക്കറ്റും എല്ലാം മഹാനായ മൗലാന്റെ കൈകൊണ്ട് അവിടുത്തെ ചുണ്ടോട് ചേർത്ത് ബറക്കത്താക്കപ്പെടുത്ത് തൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് നേർസാക്ഷികളായി കൊടുക്കുമ്പോൾ അതൊക്കെ നേർക്കുനേരെ കാണാൻ ആ സമയത്ത് വന്ന് ചേരലല്ല, നേരത്തെ ഒന്ന് വന്ന് ചേർന്ന് കൂടെ കൂടിയാൽ അതിൻ്റെ അനുഭൂതി. എന്തൊക്കെയോ പ്രയാസങ്ങളുള്ളവരാണ് നമ്മൾ. അവിടെ വന്നിരിക്കുമ്പോൾ ആ പ്രയാസങ്ങൾ അങ്ങനെ നീങ്ങി പോവുകയാണ്. മൗലാൻ്റെ മുന്നിലേക്ക് വരുന്നവർക്ക് ഏതു പ്രയാസങ്ങളിൽ ആ പ്രയാസങ്ങൾ മനസ്സിൽ വെച്ച് അങ്ങോട്ടും പോകുമ്പോൾ ആ പ്രയാസങ്ങൾ നമ്മൾ അറിയാതെ നീങ്ങി ഇറങ്ങിപ്പോകുന്നത് അനുഭവസ്ഥർ അനുഭവം പറയുമ്പോൾ ആ അനുഭവത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. സർവാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് അനുവദിച്ചെന്ന സമയത്തിനുള്ളിൽ എൻ്റെ വിഷയം ഞാൻ ചുരുക്കിയതാണ്. അല്ലാഹു തആല എല്ലാം ആസ്വദിക്കാനും ഇനിയും ഉൾക്കൊള്ളാനും നേർക്കുനേരെ മൗലയുടെ പ്രകാശം ഉൾക്കൊള്ളാനും വിശാലമായ മനസ്സ്, സ്ഫുടം ചെയ്യപ്പെട്ട മനസ്സ് സ്വീകരിക്കാനുള്ള മനസ്സ്. മഹാന്മാർ പറയുന്നത് ഒരു കണ്ണാടിയെ പോലെ മാറിയ ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ മൗലയെ കാണാൻ നിനക്ക് കഴിയുള്ളൂ എന്നാണ്. മഹാത്മാരുടെ നൂറ് മനസ്സിലാക്കാൻ സ്ഫുടമായ ഹൃദയമുണ്ടെങ്കിലേ കഴിയുള്ളൂ. ഒരു കരുത്തുമില്ലാതെ മൗല എന്താണോ അതാണ് ഞാൻ ഉൾക്കൊള്ളുന്നത് എന്ന നിയത്തിൽ കടന്നു പോയാൽ നിൻ്റെ ഹൃദയത്തിൽ മറ്റൊന്ന് കയറാനില്ല, ഒരു ബിലീസുമില്ല. അതുകൊണ്ട് അത് ആസ്വദിക്കാൻ വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ എല്ലാ ഒരുക്കങ്ങളോടെയും നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.